അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുന്നത് ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതായൊരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായിട്ട് നാം അവർ നമ്മളോട് മിണ്ടിയില്ല എങ്കിലും നാം ബന്ധം സ്ഥാപിക്കുക. അവർ എന്താണ് ചെയ്യുന്നത് അത് റബ്ബാണ് തീരുമാനിക്കുന്നത്. പടച്ചവൻ്റെ വജ്ഹിന് വേണ്ടി നാം ബന്ധങ്ങളെ സ്ഥാപിക്കുക. സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അന്ത്യനാളിൽ വരാനിരിക്കുന്നതായ വിപത്താണ് ഖതീഅത്തുർ റഹിമി, കുടുംബബന്ധം മുറിക്കലെന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയുന്നത് ഇത് ഒരു അന്ത്യനാളിൽ വരാനിരിക്കുന്നതായ ഒരു വിപത്താണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശിഥിലമാകുന്നതിനെ തൊട്ട് നാം മാറി നിൽക്കുകയും അങ്ങനെ നാം ഇത്തഖുള്ള അള്ളാഹുവിന് നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കുവാനും നാം ശ്രമിക്കും. ആരാണ് യഥാർത്ഥ മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്ന അവൻ്റെ നാവിനാലും കൈയിനാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് നാം നമ്മുടെ ആയുസ്സുകളെ നാം ചെലവഴിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.